തിരിച്ച് മാങ്കുളത്ത് ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് പോകുക കേട്ടോ. അത് പോകുന്ന വഴിക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് സുഖമില്ലാതായി പിന്നെ ഞങ്ങൾ താഴെ വാടകയ്ക്ക് താമസിക്കുന്നു കേട്ടോ അമ്മയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒത്തിരി ഇങ്ങനെ കയറി പോകും. അപ്പോൾ ഏലത്തോട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കയറി. അതിന് നിനക്ക് വരാൻ തോന്നിയേ? എനിക്ക് വരണം തോന്നി. കുറേ ആയിട്ട് ഞാൻ വരാൻ പറ്റില്ല. ഇതുപോലെ പരിപാടിയൊക്കെ അമ്മ സംഘത്തിനാണ്. പിന്നെ 4 ഒരു ഉൾവിളി പോലെ പോന്നു. ഓട്ട് വിട്ടേ കൂട്ടി ഇവിടെ വെച്ചിട്ട് നടന്ന് കയറി വിടാം. ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ല. നടന്ന് കയറി വിടാന്ന് വിചാരിച്ചു വന്നു. ആദ്യത്തിന് 2 വർഷം എടുത്ത അവിടെ വന്ന് ഇനിയിപ്പം കയറും തോന്നി. പിന്നെ വണ്ടി എടുക്കാൻ കയറി. എവിടെ ഇങ്ങനെ പോയോ? ആ ചേച്ചിയുടെ വണ്ടി. ആ അതിനുള്ള ധൈര്യം നീ കാണിച്ചോ? വണ്ടി ചെന്ന് ഇനി കഴിച്ച് തിരിച്ചു വരാൻ പറ്റും. അടിപൊളി. ഏത് വണ്ടിയാ? ഞാൻ പറഞ്ഞു എന്തോർക്കും. എന്നാ കുഴപ്പമില്ല, അതിറങ്ങി പോരും. അതിന് വിഷയമില്ല, ഇറങ്ങി പോയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമാധാനമായി. എന്നാ അവിടെ കയറി പോകുന്ന വഴിക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിലെ ആരും നടന്നൊന്നും വരാത്തതുകൊണ്ട് സ്റ്റെപ്പുകളൊക്കെ തെന്നിയൊക്കെ കിടക്കും കേട്ടോ. മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. ഇതിലെ ഒത്തിരി നടന്നിട്ടുള്ള വഴികളാണ്. ഇപ്പോൾ അതിലെ നടത്തുകാരൊക്കെ കുറഞ്ഞു. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് സങ്കടം കേട്ടോ. നമ്മളെന്നും നടന്ന വഴികൾ പണ്ടിങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകുന്നോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു താമസം മാറേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞിലേ മുതൽ അവിടെ ജനിച്ച് വളർന്നതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നടന്നിങ്ങനെ ഞങ്ങളങ്ങോട്ട് കയറി പോകണം. ഇപ്പോൾ വന്നാലും ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് കയറി പോകാനൊന്നും സമയമൊന്നുമില്ല. നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തോടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഓർമ്മകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചീവീടിൻ്റെ ഒക്കെ ഒച്ചയാട്ടോ. അപ്പോൾ ഇങ്ങനെ മരങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ചീവീടിൻ്റെ ശബ്ദമുണ്ട്. പാറയിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴുകി വരുന്നു. കൊക്കോയൊക്കെ പഴുത്ത് നിൽക്കുന്നു അങ്ങനെ. അപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴിക്ക് കുറേ ഏലവും ഒക്കെ ഉണ്ട്. ഏലത്തിനൊക്കെ നമ്മുടെ പറമ്പ് എത്തിയിട്ടില്ല കേട്ടോ. നമ്മളെ പറമ്പിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ വലിയൊരു പാറയുണ്ട്. ആ പാറയെക്കൊണ്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ പാറയെക്കൊണ്ട് ശരിക്കും വെള്ളം വരും കേട്ടോ. അപ്പം നമ്മളിതിലെ മേത്തി ആടുമൊന്നുമില്ല, വെള്ളം സൈഡിൽ കൂടെ ഒഴുകി വരുവുള്ളൂ. ഇതിലാണ് നമ്മൾ നടന്ന് മേളിലോട്ട് പോകുന്നത്. ആൾത്താമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിൽ കയറി പോകുമ്പോൾ നമുക്കിങ്ങനെ പോകാൻ ഉള്ളിലൊരു പേടി കേട്ടോ. പാമ്പൊക്കെ ഉണ്ടോ? അപ്പോൾ ആൾക്കാരുടെ ഒച്ചയും ബഹളവും അനക്കമൊക്കെ ഉണ്ടെങ്കിലാണല്ലോ പാമ്പൊക്കെ വരാതിരിക്കുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നടപ്പുകാരൊക്കെ കുറവാണ്. പോകുന്ന വഴിക്ക് ചക്കയൊക്കെ ഇങ്ങനെ പഴുത്തൊത്തിരി നിൽപ്പുണ്ട് കേട്ടോ. ഒത്തിരി ചക്കയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചക്കയൊക്കെ ആൾക്കാർ ഇട്ടുകൊണ്ട് പോകും. പക്ഷേ ആൾക്കാരൊന്നും അവിടെ താമസക്കാരില്ലാത്തതുകൊണ്ട് ചക്കകളൊക്കെ ഇങ്ങനെ ചുമ്മാ കിടന്ന് പോകും കേട്ടോ. ആദ്യം വെട്ട്, ഒറ്റടി വെട്ട ആ ചക്ക മാത്രം വെട്ടും. ചക്ക ഇത് മാത്രം വെട്ടും.
അത് ഡയറക്റ്റ് ഫ്രം പ്ലാവിൻ ചൂട്. ആ ചെറുക്കൻ അവിടെ വന്ന് പേടിച്ചു കഴിക്കാം. നല്ല ലൈറ്റ് വന്നു. നിലത്ത് പോവും മക്കളെ. അയ്യോ ഞാൻ ആ മേളിൽ നിന്ന് ചാടിയതാ. ഇത് കഷ്ണം ഇതൂട്ടോ കമ്പി കയറിയതാ. ഇപ്പൊ നല്ല വേദന. ഒരു പീസ് വെട്ടിയെടുക്കും. ഇതെവിടെ ഒരു ഫോണുണ്ടാവും, സ്ഥലമുണ്ടാവും. പെണ്ണിന് കൂടിക്കണേ. പിന്നെ എടുക്കണോ? പിന്നെ അങ്ങനെ എടുക്കാനല്ല പറഞ്ഞത്, ഇവിടെ ഇന്ന് കയ്യിലെടുക്കാനാണ് പറഞ്ഞത്. ഫോൺ എടുക്കാൻ, ഫോൺ എടുത്ത് എടുക്കാം. ആ സാധനം നിലത്ത് വെക്കും. ഹലോ ഗൈസ്, ഉണ്ട് നമ്മുടെ കണ്ണിത്തുള്ളി, കണ്ണീർത്തുള്ളി, കണ്ണിത്തുള്ളി ഉണ്ട്. ഒത്തിരി ഓർമ്മകൾ അലയടിച്ച് വരുന്നതും ഇവിടെ ഒത്തിരി വീണിട്ടുള്ളതുമായ സ്ഥലമാണ്. ഇത് പിടിക്കുക. ഇനി എന്നോട് പോയി ആ ഒന്നാമത് ഫ്രണ്ട് ഇത് അവിടെ വെളുത്ത് വെച്ചിട്ട് ഇവിടെ പിടിക്കും. നോക്കിടാം. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ണിത്തുള്ളിയൊക്കെ പറിച്ച് കണ്ണിലൊക്കെ തൂത്തു. അത് കഴിഞ്ഞ് നമ്മളെത്തി പോവട്ടോ. അപ്പോൾ പെണ്ണിന് ഭയങ്കര ചിത്താന്താട്ടോ, പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് കയറി പോവുക. അപ്പോൾ അതിലെയൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഓടി ഇറങ്ങി വരികയൊക്കെ ചെയ്ത വഴിയാണ്. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് താമസിച്ച സ്ഥലത്തോടെ പിന്നെയും പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നമുക്കൊരു ഭയങ്കര ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചിങ്ങനെ പോവാണ്ട്. പിന്നെ അങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു കേസ്, അതൊന്നും ഇപ്പം ഇല്ല. നമ്മുടെ വീട്ടിലോട്ട് കയറി പോകണം കേട്ടോ. ഇതിൽ ആരും വഴി നടപ്പുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴിയൊക്കെ ആകെ പോയി. അപ്പം ആരും ഇങ്ങോട്ട് കയറിയൊന്നും മഞ്ഞില്ലല്ലോ. നമ്മുടെ പറമ്പാണ് ഗേസ് ഇത്. ഏലമൊക്കെ ഉണ്ട്, പക്ഷേ ഏലക്കായൊന്നും ആരും പറിക്കുന്നില്ല. ഏലത്തിലൊരു പണിയുമില്ല. മാങ്ങയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുവാണ് ഗേസ്. മാങ്ങാപ്പഴം, മാങ്ങാപ്പഴം ഗേസ്, മാങ്ങാപ്പഴം. മാങ്ങാപ്പഴം കിടക്കുന്ന കണ്ടോ? നമ്മുടെ മാവാണ് ഗൈസ് ഇത്. നമ്മുടെ അടിപൊളി പ്ലാവാണ് നിൽക്കുന്നത്. പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ട്, പക്ഷെ മണ്ടയിലാണ്. നമ്മൾ വളർത്തിയ കൊക്കോ ഉണ്ടല്ലോ ഗൈസ്. എടി കൊക്കോ മാങ്ങ ഇരിക്കണുണ്ടല്ലോ. നോക്കി ഇതങ്ങ് വെച്ചിട്ട് പോ. എടി എൻ്റെ ഗൈസ് വേണ്ട മാങ്ങ ഗൈസ്. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, അവിടെയൊക്കെ കിടക്കുന്നു.
അത് നമുക്ക് കൊണ്ട ഇത് സെറ്റാക്കി വെച്ചിട്ട് തിരക്കാം. കൊക്കോ എന്തേലും വഴി കിടക്കുന്നേ. ഈ കൊക്കോയൊക്കെ പഴുത്തിങ്ങനെ കിടക്കുവാണ് ഗൈസ്. ആരും ഇതെന്നാ കൂടാ ഗൈസ്. ഇതുണ്ട് 3 കൂണ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നല്ല കൂണല്ല, വിഷക്കൂണ. അതുകൊണ്ട് ഞങ്ങളിത് പറിച്ചില്ല. പക്ഷെ വലിയ കൂണായിരുന്നു കേട്ടോ. പറമ്പിലൊക്കെ നേരത്തെ കൂണുണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഉറപ്പില്ലാത്ത കൂണുകൾ നമ്മൾ പറിക്കരുത്, പറിച്ച് കഴിക്കരുത്. മൈസൂർ പാക്ക് ഉണ്ടോ? കഴിക്കാൻ പറ്റുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അത് പറിച്ച് കഴിക്കാൻ പാടില്ല. പക്ഷെ ഇത് വീഡിയോ എടുക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇതൊന്നും തീരുന്നില്ല ഗൈസ്. നമ്മുടെ ജാതിക്കൊക്കെ ഉണ്ട് ഗൈസ്, പൊട്ടി നിൽക്കുകയാണ് ഗൈസ്. ബട്ട് ആളില്ലാത്ത ലോങ് ഷോട്ട് കാണിക്കും. കാടിനടിയിൽ അല്ല ഇടയിൽ ഞങ്ങളുടെ കട്ടം പൊടി. ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്തെത്തിട്ടോ. വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മുടെ വീട് അത് ഓഫാക്കി. ഇതിൻ്റെ ചുറ്റുമല്ല ഫുള്ള് കാടാണ്. അപ്പം നമ്മുടെ വീടതാട്ടോ, നേരത്തെ നമ്മുടെ വീടതാ. അപ്പോൾ കാടൊക്കെ ചെത്തി തെളിച്ചാട്ടോ നമുക്ക് ആ മുറ്റത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാനവിടെ കാട് വെട്ടി നടക്കാൻ വേണ്ടി കാട് വെട്ടുക. നമ്മുടെ മുറ്റത്തൊക്കെ ഭയങ്കര കാടാട്ടോ. കാല് കുത്താൻ പേടിയാവും, വല്ല പാമ്പൊക്കെ ഉണ്ടോയെന്ന് ഓർത്ത്. എന്നാലും ഞങ്ങൾ പോയിട്ടോ. എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തോട്ട് നമുക്ക് പോകുമ്പോൾ എത്ര കാടാണെങ്കിലും നമുക്ക് പോകാനൊരു ഇഷ്ടമുണ്ടല്ലോ. ഇനി ഒരു ദിവസം പോയി കാടൊക്കെ വെട്ടി തെളിച്ച് ഒന്ന് ശരിയാക്കണം കേട്ടോ. മഴയൊക്കെ മാറിയിട്ട് വേണം. ഞങ്ങളിത് ഇപ്പൊ ഇവിടെ വന്നു. അതിലൂടെ ഇത് വരാൻ വഴിയുണ്ടോ ചേച്ചി? ഇതിലൂടെ കാടാന്നേ ഉള്ളൂ. മിറ്റത്തെ മാങ്ങയില്ലേ ചേച്ചി? ഇതാണ് ഞങ്ങളുടെ വീട്. പറഞ്ഞിരുവോ? ഞങ്ങളുടെ ഇവിടെ സമയത്തെ നിലത്ത് നോക്കി ഓടണം. റംബൂട്ടാനൊക്കെ ഉണ്ടാ. അടുത്ത ദിവസം